ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്ന ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ മകനും അതുപോലെ തന്നെ അമ്മയെയും കൂട്ടി രേവതിയും സച്ചിയും നമ്മുടെ ചന്ദ്രാലയത്തിലെത്തി. അപ്പം അവരെ കണ്ട പാടെ തന്നെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. ഇനി ഈശ്വര, താൻ ഇത്രയും കാലവും ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ സച്ചിയും രേവതിയും കണ്ടെത്തൂ എന്നുള്ളൊരു ഭയമാണ് ശ്രുതിക്ക് ആ സമയത്തുള്ളത്. അങ്ങനെ അവള് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ സമയത്താണെങ്കിലോ നമ്മുടെ ആദിയുടെ കണ്ണിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അവന്റെ കണ്ണ് ഇപ്പം കെട്ടിവെച്ചൊരവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെ ആദി വേദനയൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തം മകനാണ് ആദി. അതിൻ്റെതായിട്ടുള്ള എല്ലാ സ്നേഹവും നമ്മുടെ ശ്രുതിക്ക് അവിടെ വെച്ച് തോന്നുകയാണ്. അപ്പം ഇത്രയും കാലവും ആ കുഞ്ഞിനെയും തൻ്റെ അമ്മയും ഒക്കെ അകറ്റി നിർത്തിയിരുന്ന ശ്രുതിക്കാണെങ്കിൽ ഇപ്പം ആദി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി. അപ്പം ഒരു പ്രത്യേക കരുതലും സ്നേഹവും ഒക്കെ കാണിക്കുമ്പം ആ വീട്ടിലെ എല്ലാവരും നമ്മുടെ ശ്രുതിയുടെ പെരുമാറ്റത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യാണ്. അവിടെ അതൊക്കെ ാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രേവതിയും സച്ചിയും കൂടി ആദ്യം ആശുപത്രി കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പം ഇനി എന്തുകൊണ്ടാണ് അമ്മയുടെ മോളെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും പറയാത്തതെന്ന് ചോദിച്ച് രേവതി നമ്മുടെ ശ്രുതിയുടെ അമ്മയോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം ആ അമ്മയാണെങ്കിലോ എൻ്റെ മോളെ അവൾ അവിടെ വലിയ തിരക്കിലൊക്കെ ആയിരിക്കും, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഫോൺ എടുക്കില്ല. അമ്മ അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും സ്വന്തം മകൻ ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏതമ്മയാണ് കാണാനായിട്ട് വരാതെ ഇരിക്കുന്നത്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടു ശരിക്ക് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. താനാണ് ആദിയുടെ അമ്മ എന്നുള്ള സത്യം തൻ്റെ അമ്മയിൽ നിന്നും രേവതി തിരിച്ചറിയൂ എന്നുള്ളൊരു പേടിയാണ് നമ്മുടെ ശ്രുതിക്കുള്ളത്. ശ്രുതി ഇങ്ങനെ നിന്നു. അപ്പം രേവതി വീണ്ടും വീണ്ടും ചോദിക്കുക, അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ മോളുടെ നമ്പർ ഞങ്ങൾക്ക് ഇതാ, ഞാനും അതുപോലെ സച്ചിയും കൂടി വിളിച്ചോളാന്നും പറഞ്ഞു. രേവതി ഇങ്ങനെ പറഞ്ഞതും ആ അമ്മയാണെങ്കിലോ മോളെ അവള് ശരിക്കും ഭയങ്കര ജോലി തിരക്കൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, അവൾ എപ്പോഴെങ്കിലും എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ മോൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം ഇനിയും ക്വസ്റ്റ്യൻ ചെയ്താൽ ആ അമ്മ ഒരുപക്ഷെ നമ്പർ കൊടുക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അവിടെ ഒരു പണി ഒപ്പിക്കുക. രേവതി ഒരു പാത്രത്തിനകത്ത് കുറച്ച് പാലെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാൽ ഇവള് നൈസായിട്ട് തട്ടിക്കളഞ്ഞു. അപ്പം ഇവൾ ഇത് തട്ടിക്കളയുന്ന കാര്യം നമ്മുടെ ശ്രീകാന്ത് കാണുകയാണ്. ശ്രീകാന്തിന് ഒരു കാര്യം ഇങ്ങനെ മനസ്സിലായി, ഈ ചേച്ചി മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് റൂമിൽ വന്നു. അപ്പോൾ വർഷയാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അങ്ങനെയൊക്കെ ഇവർ രണ്ടുപേരും നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അതെ ശ്രുതി ചേച്ചിക്ക് ആദ്യം അവൻ്റെ അമ്മയും ഇവിടെ നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു, ആ ചേച്ചി മനഃപൂർവ്വമാണ് ആ പാല് തട്ടി താഴെ ഇട്ടേന്ന് പറഞ്ഞു. അപ്പം രേവതിയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രുതി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. അപ്പം വർഷയാണെങ്കിലോ ആഹാ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് നേരിട്ട് പോയി ചോദിക്കാമെന്നും പറഞ്ഞ് വർഷ അങ്ങോട്ട് നേരെ ചെല്ലുക ശ്രുതിയുടെ റൂമിലേക്ക്. അപ്പം ശ്രുതിയാണെങ്കിലോ അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് വർഷ ചേച്ചി എന്തിനാണ് ആദിയുടെ അമ്മൂമ്മയും ഇവിടെ നിൽക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നേരത്തെ തന്നെ രേവതി ചേച്ചിയോട് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ പാലൊക്കെ തട്ടി മറിക്കുന്നത്. ചേച്ചി പാല് തട്ടി തെറിപ്പിക്കുന്ന കാര്യം ശ്രീകാന്ത് കണ്ടു, ശ്രീയാണ് എന്നോട് ഈ വിവരങ്ങൾ പറഞ്ഞതെന്നും വർഷ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് നമ്മുടെ ശ്രുതി ശരിക്കും ഞെട്ടി. ഞാൻ മനഃപൂർവ്വമൊന്നുമല്ല, ആ കൊച്ചും അതിൻ്റെ അമ്മുമ്മയും ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് എന്താ പ്രശ്നം? ഇവിടുത്തെ കാരണവന്മാരായിട്ട് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അവരല്ലേ തീരുമാനമൊക്കെ എടുക്കേണ്ടത്, അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ശ്രീകാന്തിന് ഒരുപക്ഷെ തോന്നിയതായിരിക്കുമെന്നും പറഞ്ഞ് നൈസായിട്ട് നമ്മുടെ ശ്രുതി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പിന്നീടാണെങ്കിലോ നമ്മുടെ ആദ്യം അവിടെ ഇരുന്നു കസേരയിലിരുന്ന്, അതും നമ്മുടെ ചന്ദ്രമതിയുടെ കസേരയാണ്, ആ കസേരയിലിരുന്ന് ആടുകയാണ്. അപ്പം ആടിക്കൊണ്ടിരിക്കുന്ന ആദി അവിടെ ഇങ്ങനെ ഇരുന്ന് ആടുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ശ്രുതി അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കി ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആദിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മോനെ ആദി അമ്മയാടാ വന്നിരിക്കുന്നത്. അപ്പം ആദ്യമാണെങ്കിലോ എനിക്ക് അമ്മയെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ആ കൊച്ചു സങ്കടപ്പെടുമ്പോഴത്തേക്കിനും ശ്രുതി പറയുന്നുണ്ട്, നാളെ എൻ്റെ മോൻ്റെ കണ്ണിൻ്റെ കെട്ടൊക്കെ അടിക്കുമല്ലോ, അപ്പം എൻ്റെ മോൻ ആദ്യം കാണുന്നത് അമ്മയായിരിക്കും. അമ്മ ആശുപത്രിയിൽ വരാന്നൊക്കെ പറഞ്ഞപ്പം സത്യമാണോ അതോ എന്നെ പറ്റിക്കുന്നതാണോ? ഇനി എനിക്ക് എന്നും എൻ്റെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം. പിന്നെ മോനെ അമ്മ ഒരു കാര്യം പറയാം, ഈ വീട്ടിലുള്ള ആരും അറിയരുത് മോൻ എൻ്റെ മോനാണ് എന്നുള്ള കാര്യം, അതുകൊണ്ട് അവരാരുടെയും കേക്ക് മോൻ എന്നെ അമ്മയെന്ന് വിളിക്കരുതെന്നും പറഞ്ഞ് കൊച്ചിന്
ഉപദേശമൊക്കെ കൊടുത്തു. എന്നിട്ട് അവനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ശ്രുതി അപ്പുറത്തേക്ക് പോവുകയാണ്. പിന്നീടാണെങ്കിലോ ഈ ശ്രുതി ഇങ്ങനെയൊക്കെ ഈ കൊച്ചിനെ സ്നേഹിക്കുന്ന കാര്യം നമ്മുടെ രേവതി അവിടെ നിന്ന് കാണുകയാണ്. അപ്പൊ രേവതിക്കൊരു സംശയം, ഇവൾക്ക് ഇത്രയും ദിവസം ഇല്ലാത്ത എന്ത് സ്നേഹമാണ് ഈ കുഞ്ഞിനോട് ഇപ്പൊ പെട്ടെന്ന് തോന്നിയത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചേ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ചന്ദ്രയും രവിയും കൂടി പുറത്തു പോയിട്ട് അവർ മടങ്ങി വരികയാണ്. അപ്പം ഇവർ വരുന്ന വഴിക്ക് തന്നെ രവി ആണെങ്കിൽ ചന്ദ്രയുടെ കയ്യിലേക്ക് ആ കവർ കൊടുത്തിട്ട്, അതെ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ വീട് വരെ പോകണം, അവന് വയ്യാതിരിക്കുമല്ലേ, അപ്പം അവൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കണമെന്നും പറഞ്ഞ് ചന്ദ്രയോട് അകത്തോട്ട് പോയിക്കോ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് രവി യാത്ര പറഞ്ഞു പോയി. ചന്ദ്രമതി ആ ഒരു കിറ്റുമൊക്കെ ആയിട്ട് അകത്തോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ആദിക്കുട്ടനിരുന്ന് കസേരയിലിരുന്ന് ആടുന്ന കാഴ്ചയാണ്. ഇത് കണ്ട പാടെ തന്നെ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, എടാ ചെറുക്ക, ദേ നിന്നെ പോലെയുള്ള വഴിയെ വരുന്ന അലവലാദികൾക്കൊക്കെ കയറിയിരിക്കാനുള്ള കസേരയല്ലടാ അത് ഞാൻ മാത്രമാണ് ഈ വീട്ടിൽ ആ കസേര ഉപയോഗിക്കുന്നത്, അത് എൻ്റെ കസേരയാണെന്നും പറഞ്ഞ് ആ കൊച്ചിനെ പിടിച്ചിങ്ങ് വലിച്ച് അപ്പറേ അങ്ങ് മാറ്റി നിർത്തി. അപ്പം ഈ ഒരു ബഹളമൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ രേവതിയും സച്ചിയും ഒക്കെ അങ്ങോട്ട് വന്നു, അതുപോലെ ശ്രുതിയും ഒക്കെ വന്നു. ഈ കൊച്ചിനെ പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ആയി. സ്വന്തം മകനെയാണ്, അതെ നിനക്ക് അച്ഛനും അമ്മയും ഒക്കെ, നിന്റെ അച്ഛനും അമ്മയൊക്കെ നീ ജനിച്ചപ്പോൾ തന്നെ ചത്തുപോയത്, അതെ നിനക്ക് ഭാഗ്യദോഷമുള്ളത് കൊണ്ടാണ്, നിന്റെ അമ്മമ്മയല്ലേ വളർത്തിയത്, അവർക്ക് മര്യാദ അറിയില്ല, മര്യാദ അറിയാമെങ്കിൽ ഇതുപോലെ നടന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുമെന്നൊക്കെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പം ഇതൊക്കെ കേട്ട് ആ മുത്തശ്ശിയും വരികയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്നു, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം, ഞങ്ങൾ ഇന്ന് തന്നെ പോയിക്കോളാം എന്നും പറഞ്ഞ് ആ അമ്മ ചന്ദ്രമതിയോട് പറയുമ്പോഴത്തേക്കിനും ശ്രുതിയാണെങ്കിലും വിഷമിക്കുകയാണ്. എന്ത് ചെയ്യാനാ, തൻ്റെ അമ്മയെയും തൻ്റെ കുഞ്ഞിനെയും ആണ് ഈ ചന്ദ്രമതി എന്ന് പറയുന്ന സാധനം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള സങ്കടം. അങ്ങനെ അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിലും, നിങ്ങൾ എന്ത് മനുഷ്യത്തെയാണ്, അത്രയും ചെറിയൊരു കൊച്ചിനെ ആ കസേരയിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിടാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നെന്ന് ചോദിക്കുമ്പം, എടാ നിന്നോടെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീയും നിന്റെ ഭാര്യയും കൂടിയല്ലേ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, അതെ ഇപ്പം 2-3 ദിവസം ആയാലും ഇവിടെ താമസം തുടങ്ങിയിട്ട്, ഇതെന്താ വല്ല സത്രോ ആണോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോഴത്തേക്കിനും സച്ചി പറയാണ്, അതെ ഞാൻ ഈ വീട്ടിലെ കാരണവരായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അടുത്ത് അനുവാദം വാങ്ങിച്ചിട്ടാണ് ഇവരിവിടെ താമസിപ്പിച്ചത്, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം, എടാ അച്ഛമ്മമാർ വളർത്തിയ മക്കളാരും ഒരു കാലത്തും ഗുണം പിടിച്ചിട്ടില്ല, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നീ എങ്ങനെ ജീവിച്ചവനാണ്, നീ ഇത്രയും കാലവും വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ആൾക്കാരുമായിട്ട് വഴക്കുമൊക്കെ ഇട്ട് നടന്നേച്ച ഒരുത്തനല്ലേ, എന്നിട്ട് ഇപ്പൊ നീ വലിയൊരു മര്യാദക്കാരനായിരിക്കുന്നു, അവന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള മാനാഭിമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി വലിയ കാര്യത്തിന് ഇങ്ങനെ സച്ചിയുടെ മെക്കിട്ട് കയറുമ്പോഴത്തേക്കിനും രേവതിക്ക് അത് തീരെയും പിടിച്ചില്ല. തൻ്റെ ഭർത്താവിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവളൊട്ടും വിട്ടുകൊടുക്കില്ലല്ലോ. അവള് പറഞ്ഞു, ഇച്ചിരി ഇല്ലാത്ത ഈ കൊച്ചിനോട് അമ്മ കാണിക്കുന്നത് എന്ത് മര്യാദകേടാണ്, അമ്മ എൻ്റെ സച്ചിയേട്ടനെ പറയാനായിട്ട് അമ്മയ്ക്ക് ഒരു കാര്യം ഒരു യോഗ്യതയില്ലാന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ ചന്ദ്രയോട് തട്ടിക്കയറുമ്പോഴത്തേക്കിനും ഇതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിയോട് ആൻറ്റി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് കേട്ടതും നമ്മുടെ ശ്രുതിയുടെ സംസാരത്തിലും ഭാഷയിലും ഒക്കെ ഒരു മാറ്റം വന്നത് ചന്ദ്രമതിക്ക് ഫീൽ ചെയ്തു. നീ എന്താ മോളെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി കാര്യങ്ങൾ ചോദിക്കുമ്പം, അതെ ചെറിയൊരു കൊച്ചല്ലേ, ആ കൊച്ചിനോട് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്, അത് നിങ്ങൾ നാളെ രാവിലെ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളൂ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ സംസാരിച്ചു. ശ്രുതി ഇങ്ങനെ പറഞ്ഞതും ചന്ദ്രയാണെങ്കിൽ നാളെ രാവിലെ, അതെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഞാനും രവിയേട്ടനും കൂടി പുറത്ത് പോകുന്ന സമയത്ത് ഇതുങ്ങളെയൊക്കെ പറഞ്ഞു ഇവിടുന്ന് വിടണമെന്ന്, എന്നിട്ട് നീ അത് വല്ലതും കേട്ടോ എന്ന് ചോദിക്കുമ്പം, അത് എനിക്ക് അങ്ങനെയൊന്നും പറയാനായിട്ട് അന്നേരം പറ്റിയില്ലെന്നും പറഞ്ഞ് ശ്രുതി കാര്യങ്ങൾ പറയുമ്പം ഇതൊക്കെ നമ്മുടെ സച്ചി കേട്ടു. സച്ചി പറയാണ്, ആഹാ അപ്പൊ പാർലർ അമ്മ ഇത്രയും നല്ലൊരു അമ്മയാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്, പക്ഷെ നിങ്ങളും ഈ ചന്ദ്രമതി അമ്മയുടെ കൂടെ കൂടി വഷളായി എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി എന്തായാലും ഞാൻ നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല എന്നുള്ള രീതിയിൽ സച്ചി സംസാരിച്ചു. അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ധർമ്മസങ്കടത്തിലായി. തൻ്റെ അമ്മയെയും മകനെയും ഒക്കെ ഇത്രയും തരം താഴ്ന്ന രീതിയിലും തെരുവ് തണ്ടികൾ എന്നുള്ള രീതിയിലും ഒക്കെ ചന്ദ്രമതി അധിക്ഷേപിച്ച് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി പ്രതികരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു എപ്പിസോഡ് വരുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്